മുന്നിൽ മുത്തശ്ശൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട 6 വയസ്സുകാരൻ. അഭയാർത്ഥികൾക്കുള്ള പട്ടിണി ക്യാമ്പിൽ ജനിച്ചു വളർന്ന മറ്റൊരു കുട്ടി. കത്തിച്ചാരമായ വീടിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ബാലൻ. യുദ്ധവും പലായനവും സങ്കടങ്ങളും മാത്രം കൈമുതലായവർ. ജന്മനാട്ടിൽ നിന്ന് വേലിറക്കപ്പെട്ടിട്ടും പ്രതിസന്ധികളെ ഡ്രിബിൾ ചെയ്ത് അവർ ലോക ഫുട്ബോളിൽ പേര് കുത്തിവെച്ചു. വെടിയുണ്ടയേക്കാൾ മൂർച്ച കാൽപന്തിനാണെന്ന് ഉറക്കെ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി ഏജൻസിയായ UNHCR പ്രഖ്യാപിച്ച പ്രതീകാത്മക ഗെയിം ചേഞ്ചിങ് ടീം ലോകത്തെ 11.5 കോടിയിലേറെയുള്ള അഭയാർത്ഥികളുടെ പ്രത്യാശയാണ്. ഗെയിം ചേഞ്ചിങ് ടീം കളിക്കാരുടെ കൂട്ടമല്ല. യുദ്ധവും പീഡനങ്ങളും കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതത്വവും അവസരങ്ങളും നൽകിയാൽ എന്തെല്ലാം നേടാനാകുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പ്രത്യാശയുടെയും ധീരതയുടെയും പ്രതീകമാണിത്. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, മുറിവുണക്കാനും ഒരു നാടിൻ്റെ ഭാഗമാണെന്ന തോന്നലുണ്ടാക്കാനുമുള്ള കരുത്താണ് എന്നാണ് UNHCRൻ്റെ സന്ദേശം. വിധിയെ തോൽപ്പിച്ച മറ്റു താരങ്ങളുടെയും കഥയാണിത്. അനിശ്ചിതത്വത്തിൻ്റെ നീണ്ട വഴികളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതങ്ങളും പുൽമൈതാനങ്ങളെ തീ പിടിപ്പിക്കുന്നു. സെപ്റ്റംബർ 9 ക്രൊയേഷ്യയിലെ സദാറിന് സമീപമായിരുന്നു ലൂക്കയുടെ ജനനം. 6 വയസ്സുള്ളപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 91 ക്രൊയേഷ്യൻ സ്വാതന്ത്ര്യ യുദ്ധം മുറുകിയ ദിവസങ്ങളിലൊന്നിൽ ലൂക്കയുടെ കൺമുന്നിൽ വെച്ച് സെർബ് സായുധർ മുത്തശ്ശനെ വെടിവെച്ചു കൊന്നു. പെട്ടെന്നാണ് അവൻ്റെ ലോകം മാറിയത്. വീട് നഷ്ടമായതോടെ കുടുംബം സദാറിലെ അഭയാർത്ഥി ഹോട്ടലിൽ ചേക്കേറി. ചുറ്റും ഗ്രനേഡുകൾ വീഴുമ്പോൾ പേടി മാറ്റാൻ ആ കുട്ടിക്ക് കൂട്ടായത് ചെറിയൊരു പന്താണ്. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ മണിക്കൂറുകളോളം അവൻ പന്ത് തട്ടി. മെലിഞ്ഞിട്ടാണെന്നും ശക്തിയില്ലെന്നും പറഞ്ഞ് പലരും അവനെ കളിക്കളത്തിൽ തടഞ്ഞു. മൈതാനത്ത് മറ്റുള്ളവർ കാണാത്ത ഇടങ്ങൾ കണ്ടെത്താനുള്ള കഴിവിന് പക്ഷേ അവൻ തേച്ചു മിനുക്കി. പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്ന് ദിനാമോ സാഗ്രബിലേക്കും ടോട്ടനം ഹോട്ട്സ്പറിലേക്കും പിന്നീട് റയൽ മാഡ്രിഡിലേക്കും അവൻ പന്തു തട്ടിയെത്തി. അസാധ്യമായ ദീർഘവീക്ഷണവും മിഡ്ഫീൽഡിൻ്റെ ഗതി നിയന്ത്രിക്കാനുള്ള കൃത്യതയും കൊണ്ട് മിഡ്ഫീൽഡ് മാസ്റ്ററോ എന്ന് പേരെടുത്തു. ഇറ്റാലിയൻ ക്ലബ്ബ് AC മിലാൻ്റെ വിശ്വസ്തനായ ആരാധകർ സ്നേഹത്തോടെ ലൂക്കിത എന്ന് വിളിക്കുന്ന ലൂക്കോ മോഡ്രിച്ചാണ് ആ കുട്ടി. 2018 ബാലൻ ഡിയോർ പുരസ്കാരം നേടിയപ്പോൾ ലൂക്കയുടെ ഭൂതകാലത്തോടെ കാലം സലാം പറഞ്ഞു. 40-ാം വയസ്സിൽ 5ാമത്തെ ലോകകപ്പിനാണ് ഈ ക്രൊയേഷ്യൻ താരം ബൂട്ട് കിട്ടുന്നത്. 2000 നവംബർ 2 ഗാനയിലെ ബുദൂബറം അഭയാർത്ഥി ക്യാമ്പിലാണ് അൽഫോൺസോ ഡേവിസിൻ്റെ ജനനം. ലൈബീരിയൻ ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മാതാപിതാക്കൾ ഇവിടെ എത്തിയത്. ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. ഡേവിസിന് 5 വയസ്സുള്ളപ്പോൾ കുടുംബം കാനഡയിലെത്തി. ഷൂസും ജേഴ്സിയും വാങ്ങാൻ പണമില്ലാത്ത കുട്ടികൾക്കായുള്ള ഫ്രീ ഫൂട്ടി ലീഗിലൂടെ കളി ജീവിതം തുടങ്ങി. പട്ടിണി ക്യാമ്പിൽ വളർന്ന അവൻ വാൻകൂവർ വൈറ്റ് ക്യാപ്സിൻ്റെ അക്കാദമിയിലേക്കും തുടർന്ന് യൂറോപ്യൻ ഫുട്ബോളിലേക്കും കാലെടുത്തു വെച്ചു. ബയൺ മ്യൂണിക്കിൻ്റെ പ്രതിരോധ കോട്ടയായി. വിങ്ങിലൂടെ കുതിച്ചുപായുന്ന 25-കാരൻ ഡേവിസ് 2ാം ലോകകപ്പിൽ കാനഡയെ നയിക്കുന്നു. UNHCR ഗെയിം ചേഞ്ചിങ് ടീമിൻ്റെ ക്യാപ്റ്റനുമാണ്. ഒരു അവസരം ലഭിച്ചാൽ മനുഷ്യർക്ക് എത്ര ഉയരങ്ങളിൽ എത്താനാകുമെന്ന് ഞങ്ങളുടെ ജീവിതം തെളിയിക്കുന്നു എന്നാണ് ഡേവിസിൻ്റെ സാക്ഷ്യം. അങ്കോളയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് എഡ്വേർഡോ കാമവിംഗയുടെ ജനനം. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഫ്രാൻസിലെത്തിയ ശേഷവും കുടുംബത്തെ ദുരിതം വേട്ടയാടി. 2013 കാമവിംഗയ്ക്ക് 11 വയസ്സുള്ളപ്പോൾ വീട് കത്തിയമർന്നു. നുള്ളിപ്പെറുക്കി വെച്ചതെല്ലാം ചാരമായി. എല്ലാം നഷ്ടപ്പെട്ട അച്ഛൻ മകൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, നീയാണ് ഈ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ, നീ വലിയ കളിക്കാരനാകും. കുറുമ്പ് മാറ്റാനാണ് അവനെ അമ്മ ഫുട്ബോൾ കളിപ്പിച്ചത്. ടാക്ലിങ്ങിലും മുന്നേറ്റത്തിലും അവൻ മിടുക്കനായി. മിഡ്ഫീൽഡറായും ലെഫ്റ്റ് ബാക്കായും ഒരുപോലെ തിളങ്ങി റയൽ മാഡ്രിഡിൻ്റെ ചോരത്തിളപ്പായി. നിർഭാഗ്യവശാൽ ഫ്രാൻസ് സ്ക്വാഡിൽ അവസാന നിമിഷം ഉൾപ്പെട്ടില്ല. സിയറ ലിയോണിലെ ക്രൂരമായ വംശഹത്യയിൽ നിന്നും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടാണ് അന്റോണിയോ റൂഡിഗറുടെ അമ്മ ജർമ്മനിയിലെത്തിയത്. ബെർലിനിലെ ചേരി പ്രദേശത്ത് കാത്തിരുന്നത് പക്ഷേ കടുത്ത വംശീയ അധിക്ഷേപങ്ങളും ദാരിദ്ര്യവുമായിരുന്നു. തെരുവിലെ പന്ത് കളിയായിരുന്നു അവന് ആശ്വാസം. ചേരിയിൽ കളിച്ചു വളർന്ന ആ പയ്യൻ ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ പ്രതിരോധ കോട്ടയാണ്. അസാധ്യമായ കരുത്തും പന്തുകൾ തടുക്കാനുള്ള കഴിവുമാണ് പ്രത്യേകത. ജർമ്മനിക്കായി 3ാമത്തെ ലോകകപ്പിലാണ് കളിക്കുന്നത്. കോസോവോയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചതിന് 3 വർഷത്തോളം തടവിലായിരുന്നു ഗ്രാനിറ്റ് ചാക്കയുടെ പിതാവ്. കടുത്ത പീഡനങ്ങൾക്കൊടുവിൽ ജയിൽ മോചിതനായപ്പോൾ 1990 കുടുംബം സ്വിറ്റ്സർലൻഡിലേക്ക് പലായനം ചെയ്തു. കുട്ടിക്കാലത്ത് ബേസലിലെ തെരുവുകളിൽ പന്തു തട്ടി വളർന്ന ഷാക്ക ലോങ് റേഞ്ച് ഷോട്ടുകളിൽ വിദഗ്ധനായി. ബെയർ ലെവർകൂസന്റെ മധ്യനിര താരമായ ഷാക്ക സ്വിറ്റ്സർലൻഡിൻ്റെ നായകനുമാണ്.
മിഡ്ഫീൽഡിലെ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന ഷാക്കയുടെ 4ാമത്തെ ലോകകപ്പാണിത്. ഇറാഖ് യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ ജനിച്ച് 1-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം UK-യിൽ അഭയാർത്ഥിയായി എത്തിയതാണ് അലി അൽ ഹമാദി. ഡിഫൻഡർമാരെ വെട്ടിച്ച് ബോക്സിലേക്ക് കയറി ഗോളടിക്കാനുള്ള ക്ലിനിക്കൽ ഫിനിഷിംഗ് ആണ് ലൂട്ടൺ ടൗണിന്റെ ഈ സ്ട്രൈക്കറുടെ പ്രത്യേകത. ഇറാഖ് ദേശീയ ടീമിന്റെ കരുത്തായ 24-കാരൻ ഹമാദിയുടെ കൂടി ബലത്തിലാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം ഇറാഖ് ലോകകപ്പിലേക്ക് യോഗ്യത നേടിയത്. സ്പാനിഷ് ക്ലബ്ബ് CD കാസ്റ്റലോണിന്റെ വിങ്ങറായ 30-കാരൻ ആവർ മാബിൽ ജനിച്ചത് കെനിയയിലെ കടുത്ത പട്ടിണി നിറഞ്ഞ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. പഴയ തുണികൾ ചുരുട്ടിക്കൂട്ടി ചെരുപ്പില്ലാതെയായിരുന്നു അവൻ്റെയും കൂട്ടുകാരുടെയും പന്തുകളി. അന്നത്തെ സ്വാതന്ത്ര്യവും പ്രതീക്ഷയുമായിരുന്നു ആ കളിയെന്നാണ് മേബിൽ പറയുക. ഓസ്ട്രേലിയൻ ജേഴ്സിയിൽ 2ാമത്തെ ലോകകപ്പിനാണ് മാബിൽ വരുന്നത്. ദക്ഷിണ സുഡാനിലെ യുദ്ധം കാരണം ടാൻസാനിയയിലെ ക്യാമ്പിലേക്ക് പലായനം ചെയ്ത കുടുംബത്തിലാണ് നെസ്റ്റോറി ഇരങ്കുണ്ട എന്ന വണ്ടർ കിഡിന്റെ ജനനം. ഇംഗ്ലീഷ് ക്ലബ്ബ് വാറ്റ്ഫോർഡിൽ അസാധ്യ വേഗവും ട്രിബിളിംഗുമായി നിറയുന്ന 20-കാരൻ നെസ്റ്റോറി ഓസ്ട്രേലിയൻ ജേഴ്സിയിൽ ആദ്യ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. ജീവിതം എവിടെ തുടങ്ങുന്നു എന്നതല്ല, എന്തെല്ലാം നേടാനാകുമെന്നതാണ് പ്രധാനമെന്നാണ് ഗിനിയൻ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച മുഹമ്മദ് ടുറയുടെ വാക്കുകൾ. ഇംഗ്ലീഷ് ക്ലബ്ബ് നോർവിച്ച് സിറ്റിയുടെ ഫോർവേഡാണ് 22-കാരൻ ടുറെ. ആദ്യ ലോകകപ്പിൽ ഓസ്ട്രേലിയൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങും. ബോസ്നിയൻ യുദ്ധത്തെ തുടർന്ന് 4-ാം വയസ്സിൽ പലായനം ചെയ്യേണ്ടി വന്നു അസ്മീർ ബെഗോവിച്ചിന്. ഇംഗ്ലീഷ് ക്ലബ്ബ് ലെസ്റ്റർ സിറ്റിയുടെ വിശ്വസ്ത ഗോൾ കീപ്പറായ 38-കാരൻ ബെഗോവിച്ച് ബോസ്നിയൻ താരമാണ്. ബോസ്നിയൻ യുദ്ധകാലത്ത് ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ട അഭയാർത്ഥികളുടെ മകനാണ് എർമദിൻ ദെമിറോവിച്ച്. ജർമ്മൻ ക്ലബ്ബിലെ ക്ലിനിക്കൽ സ്ട്രൈക്കറായ 28-കാരൻ ദെമിറോവിച്ച് ആദ്യ ലോകകപ്പിൽ ബോസ്നിയയ്ക്കായി പന്ത് തട്ടും. ടാൻസാനിയയിലെ ക്യാമ്പിൽ മുഴുപട്ടിണിയിൽ 14 വർഷം കഴിഞ്ഞ ശേഷമാണ് ബെർണാഡ് കമുങ്കോ അമേരിക്കയിലേക്ക് കുടിയേറിയത്. പിന്നീട് FC ഡെല്ലാസിന്റെ മിടുക്കൻ വിങ്ങറായ 24-കാരൻ കമുങ്കോ US താരമാണ്. 11-ാം വയസ്സിൽ നൈജീരിയയിലെ കലാപത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ലണ്ടനിൽ അഭയാർത്ഥിയായി എത്തിയതാണ് വിക്ടർ മോസസ്. കസാക്കിസ്ഥാന്റെ FC കൈസാർ താരവും മുൻ ചെൽസി സൂപ്പർ സ്റ്റാറുമായ 35-കാരൻ മോസസ് നൈജീരിയൻ താരമാണ്. വിശപ്പ് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച കുട്ടികളായിരുന്നു ഇവരിൽ പലരും. ഇന്ന് ആരാധകരുടെ ആർപ്പ് വിളികളാണ് ചുറ്റും. പലായനത്തിൽ നിന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര. ഈ താരങ്ങൾ കളം നിറയുമ്പോൾ ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ മോഹങ്ങൾക്കാണ് നിറം ചാർത്തുന്നത്. ചില പന്താട്ടങ്ങൾ ഗോളിന് മാത്രമല്ല, മനുഷ്യരുടെ തലവര മാറ്റാൻ കൂടിയാണ്.